കണ്ണൂർ ചെറുപുഴയിൽ പ്രളയമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ ബലി നൽകിയ ആർ രാജേഷിനോട് അനാദരവ്. മൃതദേഹം തൃശൂർ ചാവക്കാട് വരെ എത്തിച്ചത് ശീതീകരണ സംവിധാനമില്ലാത്ത ആംബുലൻസിൽ. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിച്ച മൃതദേഹം വഴിയിൽ വെച്ച് മറ്റൊരു ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഇതെന്തൊരു അനാസ്ഥയാണ് എന്നാണ് പറയേണ്ടത്? ഈ പ്രളയ ദുരിതാശ്വാസത്തിൽ ഏർപ്പെട്ട് ആ ദുരന്തമുഖത്ത് ജീവൻ വെടിയേണ്ടി വന്ന രാജേഷ് തിരുവനന്തപുരത്തേക്കുള്ള അദ്ദേഹത്തിന്റെ അവസാന യാത്രയാണ്. ഇത്തരത്തിൽ ഈ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് വലിയ സങ്കടമുളവാക്കുന്ന കാഴ്ചകളടക്കം പുറത്തുവന്ന സാഹചര്യം പറയൂ. നീലിമ, അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ രാജേഷ് മരിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് ജീവൻ നൽകിക്കൊണ്ട് തന്നെയാണ്. കാരണം ഒരു പ്രളയമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ ആൾ തൻ്റെ ദേഹത്തുണ്ടായിരുന്ന ലൈഫ് ജാക്കറ്റ് അവിടെ പ്രളയത്തിൽ അകപ്പെട്ട ആളുകൾ കൂരി നൽകി സ്വന്തം ജീവൻ ആ വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോഴും ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ രാജേഷിന്റെ മൃതദേഹത്തോട് അങ്ങേയറ്റത്തെ അനാദരവാണ് നൽകിയിട്ടുള്ളത്, അല്ലെ നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഒരു മൃതദേഹം എബാം ചെയ്യാതെ പോലും അത് തിരുവനന്തപുരത്തേക്ക് കൊടുത്തുവിടുക, അത് പോകുന്ന വഴിക്ക് ആ മൃതദേഹം മറ്റൊരു ആംബുലൻസിലേക്ക് കയറ്റുക, ഇങ്ങനെ നിരവധി ആ ഒരു യാത്രയിൽ രാജേഷിന്റെ അവസാന യാത്രയിൽ ആണ് ഇത്തരത്തിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ ആംബുലൻസിലെ ജീവനക്കാരാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം വെളിപ്പെടുത്തുന്നത്. അതായത് ഈ ചാവക്കാട് വെച്ചാണ് ഈ ആംബുലൻസിൽ നിന്ന്, അതായത് ഈ കണ്ണൂരിൽ നിന്ന് ഈ മൃതദേഹം കൊണ്ടുവരുന്ന ആംബുലൻസ് ചാവക്കാട് വരെ വരുന്നു. ചാവക്കാട് വെച്ച് മറ്റൊരു ആംബുലൻസിലേക്കാണ് ഈ മൃതദേഹം കയറ്റുന്നത്. ആ ആംബുലൻസിലെ ജീവനക്കാർ പറയുന്നത് കൃത്യമായിട്ട് ഫ്രീസർ സംവിധാനം പോലും ഇല്ലാത്തൊരു ആംബുലൻസിലാണ് ഈ ഒരു മനുഷ്യന്റെ മൃതദേഹം കൊണ്ടുവന്നതെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. സാധാരണ ഇത്രയധികം ദൂരമൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഇത്തരം ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസിലായിരിക്കും കൊണ്ടുപോവുക. മാത്രമല്ല, സാധാരണ ഒരു മൃതദേഹമാണെങ്കിൽ പോലും എബാം ചെയ്തൊക്കെയാണ് അത് ബന്ധുമിത്രാദികൾക്ക് വിട്ടു നൽകാറുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ തുടരുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആംബുലൻസ് ഡ്രൈവർമാർ തന്നെ വലിയ അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം. പന്തളത്തുള്ള ഒരു സെന്റ് തോമസിന്റെ ആംബുലൻസ് ഞാൻ തന്നെയാണ് രാവിലെ 6 മണിക്ക് അവരെ വിളിച്ച് അവിടെ വണ്ടി അറേഞ്ച് ചെയ്തത്. അവരാദ്യം വിട്ട വണ്ടിയിൽ ഫ്രീസറിൽ ഈ ബോഡി വെക്കാൻ പറ്റിയിരുന്നില്ല, വീതി കൂടുതലുള്ള കാരണം. വെള്ളം കുടിച്ചിട്ട് ബോഡി അത്യാവശ്യം വീർത്തിരുന്നു. അങ്ങനെ വേറെ നമ്മുടെ ആംബുലൻസിലത്തെ ഫ്രീസറാണ് ആ വണ്ടിയിൽ കയറ്റിയിട്ട് പോയത്. ഫ്രീസർ അറ്റ്ലീസ്റ്റ് അവർക്ക് എംബാമിങ് ആയാലും ചെയ്തിട്ട് വിടാമായിരുന്നു. നമ്മളിപ്പോൾ സ്വാഭാവികമായി മരിച്ചാൽ പോലും നമ്മൾ ഇത്ര ദൂരെ പോകുമ്പോൾ എന്തായാലും നമ്മൾ ഫ്രീസർ യൂസ് ചെയ്യും. ഫ്രീസർ യൂസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാറില്ല. ഇത്ര 3 ദിവസം പഴക്കമുള്ള ബോഡി പിന്നെ എന്തായാലും അതില്ലാണ്ട് പറ്റില്ല. സാനു ഉണ്ട് വിവരങ്ങളുമായി. സാനു, ആ അനാസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് ആംബുലൻസ് ഡ്രൈവർമാർ തന്നെ പറയുന്ന ഒരു സാഹചര്യം പറയൂ, മറ്റു വിവരങ്ങൾ. നീലിമ, അത് അവർ പറയുന്നതിനകത്ത് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ മൃതദേഹം കൊണ്ടുവന്ന ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഫ്രീസർ, അതായത് അതിനൊപ്പം ഉണ്ടായിരുന്ന ആംബുലൻസിന്റെ ഫ്രീസറിലേക്ക് ഈ മൃതദേഹം കയറുന്നില്ലായിരുന്നു. വീതി, അതായത് ഈ മൃതദേഹം ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളത്തിൽ വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൃതദേഹത്തിന് ഉണ്ടാവുന്നതിൽ കൂടുതൽ വലിപ്പം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ ധാരാളമായിട്ട് കുടിച്ചായിരിക്കുമല്ലോ ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ അത്തരത്തിലുള്ള ഒരു മൃതദേഹം ആ ഒരു ഫ്രീസറിനുള്ളിൽ കൊള്ളാതെ വന്നതോടെ മറ്റൊരു ഫ്രീസർ സംവിധാനം ഒരുക്കിയിട്ടാണ് കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു വീഴ്ചയാണ്, എത്രത്തോളം അനാസ്ഥയാണ് ആ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് വെളിവാകുന്നതാണ്. കാരണം കണ്ണൂരിൽ നിന്ന് ഇത് തിരുവനന്തപുരം വരെ എത്തേണ്ടതാണ്. അപ്പോൾ അതിന് കുറ്റമറ്റ രീതിയിലുള്ള ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസ് ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ തന്നെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അതിനൊപ്പം സഞ്ചരിച്ചവർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അടിമുടി ദുരൂഹമായിട്ടും അതേപോലെ തന്നെ വീഴ്ച ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. എന്തായാലും ബന്ധുക്കളും ഇതിൽ വലിയ രീതിയിലുള്ള അമർഷം അവർക്കുമുണ്ട്. ഒപ്പം തന്നെ ആംബുലൻസിലെ ജീവനക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ആംബുലൻസിലെ, അതായത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ചാവക്കാട് വെച്ച് ആംബുലൻസ് മാറ്റിക്കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടാവുന്നു, അനാസ്ഥ ഉണ്ടാവുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പങ്കുവെച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കരം പിടിച്ചുയർത്തിയതിന് ശേഷം ആ ഒരു യുവാവ് ഈ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആ ഒരു യുവാവിന് കൊടുക്കേണ്ടതായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മൃതദേഹത്തോട് കാണിച്ചിരിക്കുന്നത് പോലും അങ്ങേയറ്റത്തെ അനാദരവ് തന്നെയാണ്. നീലിമ.
പ്രധാനമായും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് സാനു നമ്മൾ ഈ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു കാഴ്ച എത്രയോ ദുഃഖകരമാണ്. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ അധികൃതരുടെ അനാസ്ഥ, ഒരു കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട മൃതദേഹം അത് തിരുവനന്തപുരം വരെ എത്തേണ്ടതാണ്. തൃശ്ശൂർ ചാവക്കാട് എത്തുമ്പോൾ മറ്റൊരു ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റിക്കയറ്റുന്നു. ഇതുവരെ തൃശ്ശൂർ വരെ ഈ മൃതദേഹം കൊണ്ടുവന്നത് ഒരു തരത്തിലുള്ള ശീതീകരണ സംവിധാനവുമില്ലാതെ. ആ ജീവൻ ബലി നൽകിയ ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ ചെറുപുഴയിൽ പ്രളയമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് വലിയ ദുരന്തം അദ്ദേഹത്തിന് തന്നെ നേരിട്ടത്. സ്വന്തം ജീവൻ ബലി നൽകിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ ആൾക്കാണ് ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടായിരിക്കുന്നത്. ആ രാജേഷിനോട് ഈ വലിയ അനാദരവ് കാണിക്കുമ്പോൾ ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? നീലിമ, സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഈ സംഭവമായിട്ടുള്ള വീഴ്ചകൾ, അതായത് ഇത്തരത്തിലുള്ള ഒരു ആംബുലൻസ് ഒക്കെ മാറ്റി കയറ്റി വിടുമ്പോൾ ഒരു മൃതദേഹം കൊണ്ടിരുന്നു, പാതി വഴിയിൽ നിർത്തുന്നു, അതിനുശേഷം മറ്റൊരു ആംബുലൻസ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സർക്കാരല്ല ആംബുലൻസ് അറേഞ്ച് ചെയ്തത്. നിലവിൽ കണ്ണൂരിൽ നിന്ന് ആ മൃതദേഹം കൊണ്ടുവന്ന ആംബുലൻസിലെ ജീവനക്കാർ തന്നെയാണ് ചാവക്കാട് വെച്ച് മറ്റൊരു ആംബുലൻസ് സജ്ജീകരിക്കുന്നത്. അതും ഒരു വലിയ വീഴ്ചയാണ്. കാരണം ഇത്തരത്തിൽ നാടിനു വേണ്ടി സ്വജീവിതം നൽകിയിട്ടുള്ള ഒരാളുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഒരുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. സർക്കാരിന് മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കടമയാണ്. അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് സ്വകാര്യമായിട്ടുള്ള സംവിധാനത്തിലൂടെ ഈ ആംബുലൻസിൽ പോകുന്നു. ആ ആംബുലൻസിലെ ജീവനക്കാർ തന്നെ മറ്റൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്യുന്നതിന്റെ സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എത്രത്തോളം വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം ഉണ്ടായിട്ടില്ല. മറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു നാടിന് വേണ്ടിയിട്ട് മരണപ്പെട്ട ഒരാളാണ്. ആ മനുഷ്യനോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ നീതികേടാണ്, അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, ആംബുലൻസ് ജീവനക്കാർ ആണ് ഈ സംഭവങ്ങളെല്ലാം പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ തന്നെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടുള്ളത്. ഈ സാധാരണ നിലയിൽ ഒരാൾ മരണപ്പെടുമ്പോൾ എവാം ചെയ്താണ് മൃതദേഹമൊക്കെ ബന്ധുക്കൾക്ക് വിട്ടു നൽകാറുള്ളത്. ആ സംഭവം പോലും, അത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യം പോലും ഈ രാജേഷിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം കുറ്റമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എബാം ചെയ്യാതെ ഒരു മൃതദേഹം നൽകുക, അത് കൊണ്ടുപോകുന്ന വഴിക്ക് മറ്റൊരു ആംബുലൻസിൽ കയറ്റുക, ആ ആംബുലൻസിലെ ഫ്രീസർ സംവിധാനം അപര്യാപ്തമായി വരിക, പിന്നീട് മറ്റൊരു ഫ്രീസർ. സാനു, കണ്ണൂർ ചെറുപുഴയിൽ പ്രളയമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ ബലി നൽകിയ ആർ രാജേഷിനോട് അനാദരവാണ് ഉണ്ടായിരിക്കുന്നത്. മൃതദേഹം തൃശൂർ ചാവക്കാട് വരെ എത്തിച്ചത് ശീതീകരണ സംവിധാനമില്ലാത്ത ആംബുലൻസിൽ. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിച്ച മൃതദേഹം വഴിയിൽ വെച്ച് മറ്റൊരു ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. വലിയ അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സാനുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.